വീണ്ടും യൂട്യൂബ് ചാനലിലൂടെ വീഡിയോയുമായി ചോദ്യപേപ്പർ ചോർച്ചാ കേസ് പ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ്. കേസിൽ പ്രതിയായതിനെക്കുറിച്ച് വിചിത്ര ന്യായീകരണങ്ങളാണ് വീഡിയോയിലൂടെ ഷുഹൈബ് നിരത്തുന്നത്. വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നതിൻ്റെ പേരിലാണ് താനിപ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നതെന്ന് മുഹമ്മദ് ഷുഹൈബ് വിശദീകരിക്കുന്നു. എൻ്റെ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത എൻ്റെ സ്വന്തം കാറ് ഒരു സുഹൃത്ത് വന്ന് ചോദിക്കുകയും ആ സുഹൃത്തിന് ഞാൻ ചിരിച്ചുകൊണ്ടത് നൽകുകയും അയാൾ അത് കൊണ്ടുപോകുന്ന സമയത്ത് അപകടം സംഭവിക്കുകയും ഒരാൾ ആ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ വരാതിരിക്കട്ടെ. ആ കാറ് തിരിച്ചു കൊണ്ടുതൽ നൽകുകയും സുഹൃത്ത് പോവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഒരു പോലീസ് കേസെടുക്കുമ്പോൾ ആ കാറിൻ്റെ ഉടമസ്ഥനാരായിരിക്കും അതിൻ്റെ ഒരു പ്രതിയായിരിക്കും. ഇത് തന്നെയാണ് എനിക്ക് എന്നെക്കുറിച്ച് നിങ്ങളോട്. ക്രിസ്തുമസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്ന കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്ന മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബ് ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷമാണ് 3 മാസത്തെ ഇടവേള കഴിഞ്ഞ് യൂട്യൂബ് വീഡിയോയുമായി എത്തിയത്. MS സൊല്യൂഷൻ CEO ആയ ഷുഹൈബ് സ്ഥാപനത്തിന്റെ യൂട്യൂബ് ചാനലിലാണ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. ഒരു തടസ്സം നേരിട്ടപ്പോൾ ചാനലിലെ ക്ലാസുകൾ സ്വമേധയാ നിർത്തിവെച്ചതാണ് എന്ന വാദമുന്നയിക്കുന്ന ഷുഹൈബ് എല്ലാത്തിനും പഴി പറയുന്നത് അധ്യാപക സമൂഹത്തെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ വർഷവും എല്ലാ വിദ്യാർത്ഥികളും ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് അവരുടെ പഠനത്തിൻ്റെ വർഷം അവസാനിപ്പിക്കുന്നത്. ഇത്രമേൽ പ്രയാസങ്ങൾ നേരിട്ടിട്ടും അവരുടെ കൂടെ നിന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്കൂളിലെ അധ്യാപകർ എനിക്കെതിരെയായിരുന്നു. കാരണം അന്ന് കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുമില്ലായിരുന്നു. വിദ്യാർത്ഥികളുടെ പ്രതിനിധി, സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവ് എന്നായിരുന്നു അന്ന് വിദ്യാർത്ഥികൾ എന്നെ അഭിസംബോധന ചെയ്തിരുന്നത്. ചില സ്കൂളുകളും ട്യൂഷൻ സെന്ററുകളും ലഹരി മാഫിയയുടെ പ്രധാന കേന്ദ്രങ്ങളാണെന്ന് താൻ മനസ്സിലാക്കി. 2023 അതിനെതിരെ സംസാരിച്ചു. അതിന്റെ പേരിൽ തന്നെ നിശബ്ദനാക്കി. ഒരുപാട് ഭീഷണികൾ വന്നതായും ഷുഹൈബ് പറയുന്നു. 2023 വർഷത്തിൽ ചില സ്കൂളുകളും ചില ട്യൂഷൻ സെന്ററുകളുമാണ് ലഹരി മാഫിയയുടെ പ്രധാന കേന്ദ്രമെന്ന് ഞാൻ മനസ്സിലാക്കുകയും അതിനെതിരെ സംസാരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തതിന് ഇതേ മാഫിയകളിൽ നിന്ന് ഒരുപാട് ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പരീക്ഷ ചോദ്യപേപ്പർ മുന്നൊരുക്ക ക്ലാസുകളുമായി വീണ്ടും സജീവമാകുമെന്നും ഷുഹൈബ് വ്യക്തമാക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.